ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 22ാമത്തെ ശ്ലോകം നോക്കാം. ഇന്ന് ഒരു ശ്ലോകം മാത്രമായിട്ടാണ് നോക്കുന്നത്. കാരണം നമ്മൾ 2 ശ്ലോകം എന്ന് പറഞ്ഞിരുന്നെങ്കിലും 23ഉം 24ഉം ഭക്തിദേവിയുടെ വചനങ്ങളാണ്. ഭക്തിദേവി ശ്രീ നാരദ മഹർഷിയോട് പറയുന്നതാണ്. അപ്പോൾ അത് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്യണ്ട എന്ന് കരുതിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ 22ഉം 23ഉം എടുക്കുമ്പോൾ പിന്നെ ഭക്തിദേവിയുടെ ആ ഒരു ശ്ലോകം അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഈ ഒരു സത്സംഗത്തിൽ 22 മാത്രമായി പറഞ്ഞു നിർത്താം. അടുത്തതിൽ 23ഉം 24ഉം ചേർത്ത് പറയാമെന്ന് കരുതുന്നു. അപ്പോൾ 22ാമത്തെ ശ്ലോകം. സൂത ഉവാച ഇതി നാരദ നിർണീതം സ്വമാഹാത്മ്യം നിശമ്യ സാ സർവാംഗപുഷ്ടി സംയുക്ത നാരദം വാക്യമബ്രവീത്. ഇവിടെ ഇനിയും വീണ്ടും സൂതൻ, നമുക്കറിയാം ഇത് സൂതൻ ശ്രീ ശൗനക മഹർഷിയോട് പറയുന്ന കഥയാണ് ഈ ഭാഗവത കഥ. അപ്പോൾ ഇവിടെ കഥ വീണ്ടും തുടരുകയാണ്. ഇതുവരെ നമ്മൾ നാരദ മഹർഷി ഭക്തിദേവിയോട് പറയുന്ന ആ ഒരു കഥയിൽ ബാക്കി ഇനിയും സൂതൻ ശ്രീ ശൗനക മഹർഷിയോട് പറയുകയാണ്. ഇതി ഇപ്രകാരം നാരദ നിർണീതം, ശ്രീ നാരദ മഹർഷിയാൽ നിർണയിക്കപ്പെട്ട അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കപ്പെട്ട സ്വമാഹാത്മ്യം, തൻ്റെ തന്നെ മഹത്വത്തെ നിശമ്യ, നിശമ്യ എന്നാൽ കേട്ടിട്ട്, സാ എന്ന് പറഞ്ഞാൽ അവൾ എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ ആ ഭക്തിദേവി സർവാംഗപുഷ്ടി സംയുക്ത, തൻ്റെ സർവാംഗങ്ങളിലും ഒരു പുഷ്ടി പ്രാപിച്ച അങ്ങനെയുള്ള ആ ഭക്തിദേവി നാരദം, ശ്രീ നാരദ മഹർഷിയോട് വാക്യം അബ്രവീത്, വാക്യം അബ്രവീത്, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് വാക്യം അബ്രവീത്. വാക്യം എന്നാൽ വാക്യത്തെ, ഇപ്രകാരമുള്ള വാക്യങ്ങളെ അബ്രവീത് പറഞ്ഞു. അപ്പോൾ ഇവിടെ ആ നാരദ മഹർഷിയിൽ നിന്നും തൻ്റെ തന്നെ മഹത്വത്തെക്കുറിച്ച് നന്നായി ബോധ്യപ്പെട്ട ഭക്തിദേവി താൻ അറിയാതെ തൻ്റെ ശരീരത്തിനൊരു പുഷ്ടിയൊക്കെ കൈവന്നു എന്ന് പറയുമ്പോൾ, ഇത്ര നാളും നമ്മൾ മുൻപേ കണ്ടിരുന്നു ഭക്തിദേവി വളരെ യൗവനാവസ്ഥയിലായിരുന്നു. മക്കൾ 2 പേരും അല്ലേ, ജ്ഞാനവും വൈരാഗ്യവുമാകുന്ന തൻ്റെ പുത്രന്മാർ 2 പേരും ക്ഷീണിച്ച് അവശരായി കിടക്കുമ്പോൾ ഭക്തിദേവി വളരെ ചെറുപ്പമായി നിന്നിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ആ ഭക്തിദേവി സർവാംഗപുഷ്ടി സംയുക്ത എന്ന് പറഞ്ഞത്, സർവാംഗങ്ങളിൽ ഒരു പുഷ്ടി വന്നു എന്ന് പറഞ്ഞത്? ഇവിടെ നാരദ മഹർഷിയിൽ നിന്ന് തൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച്, തൻ്റെ മഹത്വത്തെക്കുറിച്ച്, ആ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവളാണ് താനെന്നറിഞ്ഞപ്പോൾ, തന്നെ ആശ്രയിക്കുന്നവർക്ക് തന്നെ ആശ്രയിക്കുന്ന ഏതൊരാളിനും ഭഗവാനിലേക്ക് എത്തിച്ചേരാനാവും, തന്നെ ആശ്രയിക്കുന്നതിലൂടെ മാത്രം തന്നെ മറ്റുള്ള യാതൊരു പുണ്യകർമ്മങ്ങളും ചെയ്തില്ലെങ്കിൽ പോലും, തൊട്ട് മുൻപ് പറഞ്ഞു അല്ലേ, വ്രതാനുഷ്ഠാനങ്ങൾ വേണ്ട, തീർത്ഥ സ്നാനങ്ങൾ വേണ്ട, യോഗാഭ്യാസങ്ങൾ വേണ്ട, യാഗങ്ങൾ അനുഷ്ഠിക്കേണ്ട, ഇതൊന്നുമില്ലാതെ തന്നെ ആ ഭഗവാൻ പ്രീതിപ്പെടുമെന്നിരിക്കെ, ഇന്ന് തന്നെയല്ല, തന്നെ ആർക്കും തളർത്താനാകില്ല, തന്നെ ആർക്കും ദ്രോഹിക്കാനാകില്ല, അങ്ങനെ ചെയ്യുന്നവരെ ഭഗവാൻ തന്നെ ദുഃഖത്തിലേക്ക് തള്ളിവിടുന്നു എന്ന് മനസ്സിലാക്കിയ ഭക്തിദേവി ഇപ്പോൾ താൻ അറിയാതെ തനിക്കൊരു ആത്മബലം കൈവന്നിരിക്കുന്നു. ഇത്ര നേരവും ആ ഒരു തൻ്റെ ഉള്ളിലെ ശക്തിയെ, ഇപ്പോൾ തൻ്റെ ആ ഒരു പ്രഭാവത്തെ തിരിച്ചറിഞ്ഞ ഭക്തിദേവി, നമുക്കറിയാം മനസ്സിന് ധൈര്യം വന്നു കഴിയുമ്പോൾ തന്നെ ശരീരത്തിൻ്റെ ദുർബലാവസ്ഥ അത് നിഷ്പ്രഭമായി പോവും. ഇവിടെ അത് തന്നെയാണ് പറഞ്ഞത്. സ്വതവേ ഇപ്പോൾ ഏതൊരവസ്ഥയിലാണോ ഭക്തിദേവി ഇരിക്കുന്നത്, വളരെ യൗവനാവസ്ഥയാണെന്ന് പറഞ്ഞു. പക്ഷേ ആ യൗവനാവസ്ഥയിലും ക്ഷീണം അനുഭവപ്പെട്ടത് മനസ്സിനായിരുന്നു ഇവിടെ ഭക്തിദേവിക്ക്. കാരണം തൻ്റെ പുത്രരുടെ ആ ഒരു ക്ഷീണാവസ്ഥ കണ്ടിട്ട്, ഇവിടെ തൻ്റെ പുത്രരുടെ ആ ഒരു ക്ഷീണിതാവസ്ഥ മാറിയിട്ടല്ല, പക്ഷേ തൻ്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ തൻ്റെ മനസ്സിനൊരു ബലം വന്നിരിക്കുന്നു. കാരണം താൻ ആ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവളാണെന്നുള്ള തിരിച്ചറിവ്
തന്നെ ആശ്രയിക്കുന്നവർ ഭഗവാന് പ്രിയപ്പെട്ടവരാകുന്നു എന്നുള്ള തിരിച്ചറിവ്, അത് തൻ്റെ മനസ്സിന് തന്ന ശക്തിയാണിവിടെ ശരീരത്തിൻ്റെ ശക്തിയായി പുഷ്ടിയായി അനുഭവപ്പെട്ടത്. അങ്ങനെ മനസ്സുകൊണ്ട് ശക്തി പ്രാപിച്ച ആ ഭക്തിദേവി ഇപ്രകാരം ശ്രീ നാരദ മഹർഷിയോട് പറഞ്ഞു. വളരെ ഗംഭീരമായ 2 ശ്ലോകങ്ങളാണ് അടുത്തത്. കാരണം തന്നെ താനാക്കി മാറ്റിയ ആ നാരദ മഹർഷിയോട് തളർന്നിരിക്കുന്ന ഒരാളിനെ ഉയർത്തണമെങ്കിൽ ആ ഉയർത്തുന്ന ആള് ശക്തി സമ്പുഷ്ടനായിരിക്കണം. ഇവിടെ ശ്രീ നാരദ മഹർഷി എന്ന് പറയുന്നത് ഭക്തോത്തമനാണ്. ഭക്തിയുടെ ഉത്തമ ഭാവത്തിൽ നിൽക്കുന്ന ശ്രീ നാരദ മഹർഷി, ആ നാരദ മഹർഷിയുടെ മഹത്വം ഇതിലൂടെ ഭക്തിദേവിക്കും മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഭക്തിദേവി ഇവിടെ ഇനിയും പറയുന്ന 2 മനോഹരമായ ശ്ലോകങ്ങൾ ശ്രീ നാരദ മഹർഷിയോട് പറയുന്നത്. നമുക്ക് തൊട്ട് മുൻപ് പറഞ്ഞതുപോലെ മറ്റൊരാളിനെ താഴ്ത്താനും നിന്ദിക്കാനും വളരെ എളുപ്പമാണ്. പക്ഷേ മറ്റൊരാളിനെ ഉയർത്തിക്കൊണ്ടു വരണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു സച്ചിന്ത സദ്ഭാവമുണ്ടാകണം. ആ സദ്ഭാവത്തിൽ നിന്ന് മാത്രമേ മറ്റൊരാളിനെ ദുഃഖത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ വീഴ്ചയിൽ നിന്ന് കരകയറ്റാനാവൂ. അത് ശരീരത്തിൻ്റെ ശക്തിയേക്കാളേറെ മനസ്സിൽ കരുത്തുള്ള ഒരാളിന് മാത്രമേ, അല്ലെ നമ്മുടെ കയ്യിലുള്ള ഒന്ന് മാത്രമേ നമുക്ക് മറ്റൊരാളിന് നൽകുവാൻ കഴിയൂ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ കരുത്തുണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിൽ ഈശ്വരനിലൊരു ഉറപ്പുണ്ടെങ്കിൽ ആ ഉറപ്പ് മറ്റൊരാളിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കാനാവും. നമ്മുടെ ഉള്ളിൽ ശക്തിയുണ്ടെങ്കിൽ ആ കരുത്ത് നമുക്ക് മറ്റൊരാളിന് പകർന്നു കൊടുക്കാനാവും. അത് ഈശ്വരീയമായ ഒരു മാർഗത്തിലൂടെയാവുമ്പോൾ, അതൊരു ഭക്തി വിചാരത്തിലൂടെയാവുമ്പോൾ അതിന് ശക്തി 10 മടങ്ങായി മാറുന്നു. നമുക്കറിയാം, ശരീരം തളർന്ന ഒരാളിനെ പോലും ഈശ്വരനിലുള്ള ഉറപ്പ്, ആ മനസ്സിന് പകർന്നു കൊടുക്കുന്ന കരുത്ത് പറഞ്ഞറിയിക്കാനാവാത്തതാണ്. അപ്പോൾ ഇവിടെ നാരദ മഹർഷിയും അതുതന്നെയാണ് ഭക്തിദേവിക്ക് കാണിച്ചു കൊടുത്ത മാർഗവും. തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഭക്തിയുടെ തികവ്, നിറവ് ഒരൽപ്പം ഭക്തിദേവിക്ക് പകർന്നു കൊടുക്കുകയാണ്. സാധാരണ ഭക്തിദേവിയിൽ നിന്നാണ് എല്ലാവരിലേക്കും ഭക്തി ഒഴുകുന്നതെങ്കിൽ ഇപ്പോൾ ഭക്തിദേവി തന്നെ തളർന്നിരിക്കുമ്പോൾ മറ്റുള്ളവർ ഏതൊരു ഭക്തിദേവിയാണോ ഇത്രകാലം ആ ഭക്തിക്കായി ആശ്രയിച്ചത്, ആ ഭക്തിദേവിക്ക് തിരികെ ഒരു തുള്ളി ഭക്തി പകർന്നു കൊടുത്തപ്പോൾ ഭക്തിദേവി താനേ ഉണർന്നു. നമുക്കറിയാം, നമുക്കൊക്കെ രോഗം വരുമ്പോൾ ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഡോക്ടർ നമുക്കൊക്കെ മരുന്ന് തരാറുണ്ട്. അതേ ഡോക്ടർക്ക് ചിലപ്പോൾ തളർന്നു കിടക്കുമ്പോൾ ആ ഡോക്ടറിൽ നിന്നും കിട്ടിയ മരുന്ന് തന്നെ നമ്മളൊന്ന് തിരികെ കൊടുത്താൽ ആ ഡോക്ടർക്ക് ആരോഗ്യത്തെ തിരിച്ചെടുക്കാനാവുന്നതുപോലെ ഇതേ മരുന്നിന് വേണ്ടി അത്ര കാലവും അതേ ഡോക്ടറെയാണ് സമീപിച്ചിരുന്നതെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ, നമ്മുടെ കയ്യിൽ ആ മരുന്നുണ്ടെങ്കിൽ ആ ഡോക്ടർക്കൊരു പനി വരുമ്പോൾ തിരികെ ഈ മരുന്ന് കൊടുത്താൽ ആ ഡോക്ടർക്ക് ഉയർത്തെഴുന്നേൽക്കാനാവുന്നതുപോലെ ഇവിടെ യാതൊരു ഭക്തിദേവിയെ ആശ്രയിച്ചുകൊണ്ടാണോ ലോകം മുഴുവൻ ഭക്തിമാർഗത്തിലൂടെ ഭഗവാനെ പ്രാപിക്കാൻ ശ്രമിക്കുന്നത്, ആ ഭക്തിയിൽ അഗ്രഗണ്യനായിട്ടുള്ള ശ്രീ നാരദ മഹർഷി ഭക്തിദേവിക്കൊരു ക്ഷീണം വന്നപ്പോൾ അതേ ഭക്തി തന്നെ തിരികെ ഒരു നുള്ളു കൊടുത്തുകൊണ്ട്, അതേ ഭക്തിയുടെ മഹത്വം തന്നെ തിരികെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഭക്തിദേവിയെ ഇപ്പോൾ പൂർവാധികം ശക്തിയായി, തൻ്റെ എല്ലാ അംഗങ്ങളിലും പുഷ്ടി വന്നു എന്ന് പറയുമ്പോൾ പൂർവാധികം ശക്തിയായി ഭക്തിദേവി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് അർത്ഥം. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. സൂത ഉവാച ഇതി നാരദ നിർണീതം സ്വമാഹാത്മ്യം നിശമ്യ സാ സർവാംഗപുഷ്ട സംയുക്ത നാരദം വാക്യമബ്രവീത്. ഇനി നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കാം.
നമുക്കൊക്കെ അറിയാം സർവാംഗ പുഷ്ടി സംയുക്ത, അത് ചേർത്ത് തന്നെ എടുക്കണം. പിന്നെ അടുത്ത വാക്യം അബ്രവീത്, ഇവിടെ മായ്ക്ക് അകാരം കൊടുക്കുക. പലപ്പോഴും ഈ അബ്രവീത് എന്ന് പറയാനുള്ള ഒരു പ്രവണത നമുക്കൊക്കെ ഉണ്ടാകാം. അവിടെ ബ്രാ എന്നെടുക്കരുത് എന്ന് എൻ്റെ ഗുരു പറയാറുണ്ട്. അവരുടെ റകാരമല്ല രകാരം കൊടുക്കണം. അബ്രവീത് എന്ന് വേണം പറയാനെന്ന് പറയാറുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ വാക്യം അബ്രവീത്, ഇവിടെ മായ്ക്ക് അകാരം കൊടുക്കുക, അബ്രവീതാണ്. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ. അതിലാണ് പ്രധാനമായിട്ടുള്ള വാക്യം അബ്രവീത്. ആ രകാരം കൊടുക്കുന്നത് റായല്ല ര കൊടുക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ആ ഒരു ശ്ലോകത്തിൽ. വളരെ ചെറിയൊരു ശ്ലോകമാണ്. പ്രത്യേകിച്ച് നമുക്കതിനകത്ത് കൂടുതൽ അർത്ഥവിചാരം ചെയ്യേണ്ടതില്ലാത്ത ഒരു ശ്ലോകം കൂടിയാണ്. ഹരേ കൃഷ്ണ.